ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ ലോലിപോപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ്റെ കാലുകളാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ എല്ലിൽ നിന്ന് താഴോട്ട് മാറ്റി ഒരു ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു മസാല പുരട്ടി വയ്ക്കാം. നമുക്കതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. ചിക്കൻ പുരട്ടി വെച്ചാൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ശകലം ഗരം മസാല, ഒരു ശകലം ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. ശകലം സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അത് കാരണം ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി അങ്ങ് ലൂസാക്കാൻ പാടില്ല. ശകലം വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. നമ്മളങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് പുരട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ലോലിപോപ്പ് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു വറുത്തെടുക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 എണ്ണമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് ചെറിയ ചീനച്ചട്ടിയാണ്. നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശം വേഗത്തില്ല. അങ്ങനെ നമ്മുടെ ചിക്കന് കോരിയെടുക്കാം. നമുക്ക് അടുത്തതും അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 കുടം വെളുത്തുള്ളിയും കൂടെ തന്നെ ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് നമ്മൾ എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് സോയാ സോസും ചേർത്തിട്ടുണ്ടായിരുന്നു. ശകലം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇത് മുഴുവനും ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. എനിക്ക് അന്നേരം അത് വീഡിയോ വിട്ടുപോയതാണ്, അതാണ് ഞാൻ എടുക്കാഞ്ഞത്. ഇത് മുഴുവനും കൂടെ നമ്മളിതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ചെയ്യുന്നത് ഹണി ഗ്ലേസ്ഡ് ഒരു ചിക്കനാണ്, ലോലിപോപ്പ് ചിക്കനാണ്. ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് തേൻ ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ തേനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.